ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോ ബിഗിനേഴ്സ് ഫാഷൻ ഡിസൈനിങ് കുട്ടികൾക്ക്, അതായത് ഫാഷൻ ഡിസൈനിങ് തുടക്കക്കാർക്കുള്ളത് ആണ്. അപ്പോൾ നമുക്കൊരു ഓർഡർ കിട്ടുകയാണ് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പഠിച്ചിട്ട് കഴിഞ്ഞപാട് ഒരു ഓർഡർ കിട്ടുന്ന ഒരു ഡിസൈൻ ചെയ്യണം പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നല്ല കൺഫ്യൂഷൻ ഉണ്ടാവും, എന്ത് ചെയ്യും ഏത് ചെയ്യും എന്നുള്ള രീതിയിൽ കുറേ കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താക്കണമെങ്കിൽ നമുക്കൊരു ക്ലോത്ത് തരുമല്ലോ അവർ, സാരി ബ്ലൗസിന് ചെയ്യേണ്ടതാണെങ്കിൽ ഒരു ബ്ലൗസിൻ്റെ ഒരു ക്ലോത്ത് തരും. അപ്പോൾ അതിൽ നമുക്ക് ഏത് കളറ്, ആ കളറ് മാച്ചായിട്ട് അതിൻ്റെ സാധനം എടുക്കാം. അതിനെക്കാട്ടി മുന്നേ നമുക്കൊരു ഡിസൈൻ വരച്ചെടുക്കാം. പിന്നെ ഇല്ലെങ്കിൽ നമുക്ക് മൊബൈൽ യൂസ് ആക്കിയിട്ട് അതിൽ പിൻട്രസ്റ്റിലെല്ലാം പോയിട്ട് പിക്ചറെല്ലാം നോക്കിയിട്ട് നമുക്ക് അതിൽ നിന്നും സെലക്ട് ആക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു വർക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എങ്ങനെയാണെങ്കിൽ. ഇപ്പോൾ ഇത് നോക്കിക്കോ, ഇതാണ്. ഇപ്പോൾ ഇതിന് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞെങ്കിൽ ഈ സാരിക്ക് ഉണ്ടത് 2 കളർ, ഒന്ന് ഈ കളറും ഒന്ന് ഈ കളറുമാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ സാധനം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫസ്റ്റ് നമുക്ക് ആവശ്യമുള്ള സാധനം എന്തെന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് ഇതാ ബീഡ്സാണ്. ഈ ടൈപ്പിലുള്ള ബീഡ്സ്, പിന്നെ ഈ ടൈപ്പിലുള്ളത് ട്യൂബ് ബീഡ്സ്, പിന്നെ ഈ കളർ ട്യൂബ് ബീഡ്സ് തന്നെ, ഈ കളറ് കുറച്ചും കൂടി ചെറുത്തിത്, പിന്നെ ഈ ടൈപ്പിലുണ്ടത് ബീഡ്സ്. പിന്നെ നമുക്ക് ത്രെഡ് കട്ടർ ആവശ്യമാണ്, നിർബന്ധമായ സാധനമാണ് ഞാൻ കാട്ടിക്കുന്നത്. പിന്നെ ഈ നൂല് ഇതിന്ന് 2 എടുത്താൽ മതി. ഇപ്പോൾ ഈ നൂല് എന്ന് പറഞ്ഞെങ്കിൽ ഇതിന്ന് 2 നൂല് ഇങ്ങനെ എടുക്കേണ്ടതെന്ന് എൻ്റെ വീഡിയോയിലുണ്ട്. പിന്നെ ഇങ്ങനെ വലിക്കുക. അപ്പോൾ ഇതിൽ ഒരു 6 നൂലുണ്ടാവും. ഇതിൽ 2 മതി. ഡിസൈൻ ചെയ്യുമ്പോൾ 2 മതി. നല്ല കട്ട ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് അത് എന്തും ആവില്ല, പെട്ടെന്ന് അത് ബ്രോക്കായില്ല, അങ്ങനെ പൊട്ടിപ്പോയില്ല എന്നെല്ലാം, അങ്ങനെ അത്ര ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയും. നല്ല പെർഫെക്റ്റ് ആവും. അതാ നോക്കിയേ, അനങ്ങുന്ന നോക്കിയേ, ഇല്ലല്ലോ, നല്ല കറക്റ്റിലില്ലേ, അതാ ഇന്നൊന്നും അടന്നിട്ട് പോയില്ല. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ആക്കി ഒന്ന് പോവാത്തൊരു സാധനം. നമ്മളെ ഹാൻഡ് വർക്കിൽ അത്ര നല്ല യൂസാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പം പിന്നെ നല്ല ഗ്യാരണ്ടി പോലെ പെർഫെക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളോട് പറയാനുള്ളത്. ഇത് പ്രത്യേകിച്ച് ബിഗിനേഴ്സിനുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.